കാരിയായ ആദിത്യ എന്ന വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവം കേരളക്കാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറമെ ഒരു സാധാരണ ആത്മഹത്യ എന്ന് തോന്നുമെങ്കിലും ഈ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ തേടിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് കൗമാരക്കാരുടെ ഇടയിലെ അത്യന്തം അപകടകരമായ സൈബർ ലോകത്തേക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ അതിപ്രസരവും നിഗൂഢവുമായ ഓൺലൈൻ ഗ്രൂപ്പുകളും കുട്ടികളുടെ മാനസികാവസ്ഥയെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതിന്റെ പേടിപ്പെടുത്തുന്ന തെളിവുകളുമാണ് ഈ കേസിൽ പുറത്തു വരുന്നത്. കുട്ടികളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബ്ലാക്ക് വെനം എന്ന നിഗൂഢമായ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദിത്യയുടെ മരണത്തിന് പിന്നിൽ ഈ അക്കൗണ്ടിന് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഗൗരവകരമായ പരിശോധനകളാണ് സൈബർ വിഭാഗം നടത്തി വരുന്നത്. കൊറിയൻ പോപ്പ് സംഗീതത്തോടും അവിടുത്തെ കലാകാരന്മാരോടും കൗമാരക്കാർക്ക് ഇന്നുള്ള അമിതമായ താല്പര്യം മുതലെടുക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങളാണ് ഈ അക്കൗണ്ടിലൂടെ പ്രചരിക്കുന്നത്. ഒരു പ്രമുഖ കൊറിയൻ ബ്രാൻഡ് അംഗത്തിന്റെ മരണം ആദിത്യയെ വലിയ രീതിയിൽ മാനസികമായി തളർത്തിയിരുന്നതായി പ്രാഥമികമായ സൂചന ലഭിച്ചിരുന്നു. എന്നാൽ ഇത് വെറുമൊരു ആരാധനയുടെ പ്രശ്നമല്ലെന്നും മറിച്ച് കുട്ടികളെ വൈകാരികമായി തകർക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന വിനാശകരമായ ഒരു സൈബർ ശൃംഖലയുടെ ഇടപെടൽ ഇതിലുണ്ടോ എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ആദിത്യയുടെ മരണത്തെ തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എത്രത്തോളം രഹസ്യവും വ്യാപകവുമാണെന്ന് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നു. ആദിത്യയുടെയും സുഹൃത്തുക്കളുടെയും ഫോണുകൾ പരിശോധിച്ചപ്പോൾ ഒരു ഫോണിൽ നിന്ന് തന്നെ 8ഓളം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. പലതും വ്യാജമായ പേരുകളിലും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുമാണുള്ളത്. കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇത്തരം അക്കൗണ്ടുകളിലൂടെ നിഗൂഢമായ ആശയവിനിമയം നടത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. സ്കൂളുകളിൽ അധ്യാപകരുടെയോ വീട്ടിൽ മാതാപിതാക്കളുടെയോ കണ്ണുവെട്ടിച്ച് ഇത്തരം അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം അക്കൗണ്ടുകൾ പ്രൈവറ്റ് മോഡൽ പ്രവർത്തിക്കുന്നതിനാലും വിദേശ സെർവറുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്നതിനാലും ഇവയുടെ ഉറവിടം കണ്ടെത്തുന്നത് സൈബർ പോലീസിന് വലിയ വെല്ലുവിളിയാണ്. കൊറിയൻ സിനിമകളോടും പാട്ടുകളോടുമുള്ള കുട്ടികളുടെ താല്പര്യം പലപ്പോഴും ഒരു ഫാന്റസി ലോകത്തേക്കാണ് അവരെ തളച്ചിടുന്നത്. തങ്ങൾ ആരാധിക്കുന്ന താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങൾ പോലും കുട്ടികളെ വൈകാരികമായി തകർക്കാൻ കാരണമാകുന്നു. ഈ സാഹചര്യം മുതലെടുക്കുന്ന സൈബർ കുറ്റവാളികൾ കുട്ടികളെ ആത്മഹത്യാപരമായ ചിന്തയിലേക്ക് നയിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്ലാക്ക് വെനം പോലുള്ള അക്കൗണ്ടുകൾ ഇത്തരം കുട്ടികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. വ്യാജ വിവരങ്ങൾ നൽകിയും കുട്ടികളെ ഗ്രൂപ്പുകളിൽ സജീവമാക്കിയും അവരുടെ ചിന്തകളെ വഴിതിരിച്ചുവിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ജനുവരി 27-ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആദിത്യയെ പിന്നീട് വീടിനടുത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മാമല കക്കാട് സ്വദേശി മഹേഷിന്റെ ഏകമകളായ ആദിത്യയുടെ മരണം സൈബർ ലോകത്തിലെ ചതിക്കുഴിയെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറക്കുന്നത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ആരെയാണ് പിന്തുടരുന്നത് എന്നതും അവർ ഏതു തരം ആശയവിനിമയത്തിലേക്കാണ് ഏർപ്പെടുന്നത് എന്നതും മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഗൗരവകരമായ മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. കുട്ടികൾ സൈബർ ലോകത്ത് ഒറ്റപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരം നിഗൂഢമായ ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്നത്. കൊറിയൻ തരംഗം ലോകമെമ്പാടും പടരുമ്പോൾ അതിന്റെ മറവിൽ വിനാശകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ധാരാളം മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടെന്നത് ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികളുടെ ഡിജിറ്റൽ ജീവിതത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആദിത്യയുടെ മരണം ഒരു പാഠമാക്കേണ്ടതാണ്. സൈബർ ലോകത്തെ അമിതമായ ആരാധനയും വ്യാജ അക്കൗണ്ടുകളിലുള്ള സൗഹൃദങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന് ഈ 16-കാരിയുടെ വിയോഗം ഒരു ഉദാഹരണമായി മാറുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികൾ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ചില ഡിജിറ്റൽ ജീവിതങ്ങളും പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നത് അവരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് എന്നതും വേദനകരമായ യാഥാർത്ഥ്യമാണ്. ഈ കേസിൽ ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത്തരം കെണികളെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്നത് ഇനിയുള്ള പ്രധാന ഒരു ദൗത്യമാണ്.